ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ BA ഇംഗ്ലീഷിലെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് സെഷനാണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ BA ഇംഗ്ലീഷ് എടുത്തവരാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അത് എൻവറോൺമെൻറ്റ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, അതുപോലെ ഒരു കോമൺ ഇംഗ്ലീഷും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ ലിറ്ററേച്ചർ എന്നുള്ളത് BA ഇംഗ്ലീഷുകാരുടെ കോറായിട്ടുള്ള, അഥവാ നിങ്ങളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ലിറ്ററേച്ചറിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രൂപത്തിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടൻറ്റുകളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലിറ്ററേച്ചർ, എങ്ങനെയാണ് ലിറ്ററേച്ചർ സാഹിത്യം, എങ്ങനെയാണ് എവല്യൂഷൻ, അതിൻ്റെ വളർച്ച എങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ മാരിയോ ക്ലെയറിൻ്റെ വാട്ട് ഈസ് ലിറ്ററേച്ചർ, വാട്ട് ഈസ് എ ടെക്സ്റ്റ് എന്നുള്ള ഒരു ബുക്ക് നമ്മൾ എസ്സേ ഒന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മേജർ പീരീഡ്സുകൾ, അപ്പോൾ റൊമാൻറ്റിക് ഏജ്, വിക്ടോറിയൻ ഏജ്, മോഡേൺ ഏജ്, അതുപോലെ ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഏജിലെയും ഓരോ ടെക്സ്റ്റുകൾ നമ്മൾ പരിചയപ്പെടുകയും, അത് ചിലപ്പോൾ നോവലായേക്കാം, ചിലപ്പോൾ പോയ അയക്കാം, ഇപ്പോൾ ഡ്രാമ അയക്കാം. അപ്പോൾ ഇതിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഏജിലും വന്നിട്ടുള്ള ഓരോ ലിറ്ററേച്ചർ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ വർക്കിനെ നമ്മൾ പരിചയപ്പെടുന്നു. അപ്പോൾ ഇതിൽ നോക്കിയാൽ കുബിള ഖാൻ എന്നുള്ള പോയം, ഫ്രാങ്കൻസ്റ്റീൻ എന്നുള്ള നോവൽ, ഡോവർ ബീച്ച് എന്നുള്ളൊരു പോയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ പോയായിട്ടും, അതുപോലെ തന്നെ ഡ്രാമ ആയിട്ടുള്ള വർക്കുകൾ, ഹാംലെറ്റ് ഇതിൽ ഉണ്ട്. ഹാംലെറ്റിൻ്റെ ഒരു ഭാഗം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഏജിലെയും ഓരോ വർക്കുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിന് വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നാണ്. അപ്പോൾ നമ്മൾ BA ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നുള്ള ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ മുന്നിലേക്ക് ഇടുന്നത്. എന്താണ് ലിറ്ററേച്ചർ എന്നുള്ളത്? അപ്പോൾ നിങ്ങളത് മനസ്സിലൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, എന്താണ് നിങ്ങൾ ലിറ്ററേച്ചർ എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്താണ് നമ്മളൊരു ഡെഫിനിഷൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യത്തിന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ നൽകുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ബീയിങ് എ സ്റ്റുഡൻറ്റ് ഓഫ് ലിറ്ററേച്ചർ, നമ്മളൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട്, വാട്ട് എ ലിറ്ററേച്ചർ, എന്താണ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ ഈ ലിറ്ററേച്ചറിന് ധാരാളം ഡെഫിനിഷൻസും ആൻസേഴ്സൊക്കെ പലവരും നൽകിയിട്ടുണ്ട്. ഇതാണ് ലിറ്ററേച്ചർ എന്നുള്ള പല ഡെഫിനിഷൻസും ആളുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ പലവരും അത് പറഞ്ഞിട്ടുള്ളത് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾക്കനുസരിച്ചും അവരുടേതായിട്ട് അനുഭവങ്ങൾക്കനുസരിച്ചാണ് ഓരോരുത്തരും ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ലിറ്ററേച്ചറിനെ ഇങ്ങനെ പറയാൻ, വൺ മേ ആൻസർ ദ ക്വസ്റ്റ്യൻ ആസ് എ മീൻസ് ഓഫ് മാജിക് ദാറ്റ് ഹെൽപ്സ് വൺ ടു എസ്കേപ്പ് ഫ്രം റിയൽ വേൾഡ്. നമ്മളുടെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ നിന്ന്
മാറി അതിൽ നിന്ന് എസ്കേപ്പായി പുതിയൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഇതിനുള്ളൊരു മാർഗമാണ്, ഒരു മാജിക്കൽ വഴിയാണ് നമുക്ക് ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തുനിന്ന് നമ്മളൊരു കാൽപ്പനികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമേജിനറി വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മീൻസ് ഓഫ് മാജിക്, ഒരു അത്ഭുത പ്രതിഭാസം അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ടുള്ളൊരു വഴിയാണ് ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ മാത്രം ഒതുങ്ങുന്നതല്ല. ഓക്കെ, അങ്ങനെ ഒരു മാജിക് ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇസ് ഇറ്റ് ഓൾ വാട്ട് ലിറ്ററേച്ചർ ഈസ്? ശരിക്കും അതാണോ ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ലിറ്ററേച്ചർ എന്നുള്ളത് നോ ഇൻ ദ സെൻസ് ദാറ്റ് ഓൾ ലിറ്ററേച്ചർ ഈസ് നോട്ട് ഇമാജിനേറ്റീവ്. എല്ലാ ലിറ്ററേച്ചറും ഇമാജിനേറ്റീവ് അല്ല, ഓർ ഫിക്ഷണൽ. നമ്മൾ പറയുന്ന ലിറ്ററേച്ചറൊക്കെ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫിക്ഷണലായിട്ടോ ഉണ്ടാക്കുന്നതല്ല. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന കഥകൾ എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഒരു നോവൽ നോക്കൂ, നമ്മളൊരു നോവലിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആ നോവലിലുള്ള കഥാപാത്രങ്ങളും സ്റ്റോറിയൊക്കെ നമ്മൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഒക്കെ അതിലുള്ള പ്ലേസ് ആയാലും അതിലുള്ള തീമായാലും അതിലുള്ള ഇൻസിഡൻസ് ആയാലും ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് നോക്കുമ്പോൾ എല്ലാം വെറും ഫിക്ഷണൽ മാത്രമൊന്നുമല്ല. അപ്പോൾ നമ്മൾ വായിക്കുന്ന ബുക്കുകൾ അതൊക്കെ ലിറ്ററേച്ചറിൽ പെട്ടതാണ്. ന്യൂസ് പേപ്പറുകൾ, ജേണലുകൾ, മാഗസിനുകൾ, അതിലൊക്കെ വെറും ഇമാജിനറി കാര്യങ്ങൾ മാത്രമല്ല, അതിൽ ഫാക്റ്റുകളും യഥാർത്ഥ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു മാജിക്കായിട്ടുള്ള, നമ്മൾ റിയാലിറ്റിയിൽ നിന്ന്, റിയൽ വേൾഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന, അത് ഈ ലോകത്തു നിന്ന് വിട്ട് പുതിയൊരു ലോകത്തേക്ക്, പുതിയ ഒരു സെറ്റിങ്ങിലേക്ക് നമ്മൾ എത്തുന്ന ഒന്നാണ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഫിക്ഷണലായിട്ടുള്ള, ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നോൺ ഫിക്ഷണൽ പീസസ് ഉണ്ട്. നോൺ ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്സേകൾ, ഓക്കെ, അതുപോലെ ആർട്ടിക്കിൾസ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറിന് നമുക്ക് വെറും ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഫിക്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡിൽ നിന്ന് നമ്മൾ മാജിക്കൽ വേൾഡിലേക്കുള്ള ഒരു എസ്കേപ്പ്, ഒരു സഞ്ചാരം എന്നൊന്നും അതിലുള്ളൊരു മാർഗം എന്നൊന്നും മാത്രം നമുക്ക് പറയാൻ പറ്റുകയില്ല. നോക്കൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ലിറ്ററേച്ചർ വർക്കുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് എന്ന് പറയുന്ന വർക്കുണ്ട്. അതുപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയമുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള നല്ല നോവൽ സീരീസ് ആയിട്ടുള്ള ഹാരി പോട്ടറുകൾ, ട്വലൈറ്റ് എന്ന് പറയുന്ന നോവൽ സീരീസുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താണ്, റീഡ് ഇൻ ലെയ്ജർ, ഇതൊക്കെ നമ്മൾ ആനന്ദത്തിന് വേണ്ടി വായിക്കുന്ന കവിതയായാലും അതുപോലെ തന്നെ ഈ നോവലുകളൊക്കെ നമ്മൾ ആനന്ദത്തിന് വായിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് മാത്രമൊന്നുമല്ല ലിറ്റററി വർക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്ന ജേണൽസ്, പത്രങ്ങൾ, അത് നമ്മൾ വായിക്കുന്ന ഇൻഫർമേഷന് വേണ്ടി വായിക്കുന്നതാണ്. മാത്രമല്ല നമ്മൾ ആമയുടെയും മുയലിൻ്റെയും കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഹെയർ ആൻഡ് ദ ടോട്ടോയ്സ് എന്ന് ടോട്ടസ്. ഓക്കെ, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്, ലിറ്ററേച്ചറിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഗ്രാൻഡ് പാരൻസും ഒക്കെ നമുക്ക് ബെഡ് ടൈമിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് പറയുന്ന കഥകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഓൾ ബിലോങ് ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഡാഫോഡിൽസ് എന്നുള്ള പോയം, ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള പോയം, അതുപോലെ തന്നെ ഹാരി പോട്ടർ, അതുപോലെ നമ്മൾ വായിക്കുന്ന ജേണൽസുകൾ, ബുക്കുകൾ, മാഗസിനുകൾ, നമ്മൾ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ള ആമയുടെയും മുയലിൻ്റെയും കഥ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ലിറ്ററേച്ചർ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു വെറും ഇമാജിനറി വേൾഡ് എന്നതിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺക്ലൂഡ് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത് വെരി വാസ്റ്റാണ്, വൈഡ് ആൻഡ് ഇൻഫിനിറ്റ് ആൻഡ് എൻചാൻറ്റിങ്. ഓക്കെ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള, പരന്നു കിടക്കുന്ന, വൈഡായിട്ടുള്ള, നമ്മളെ വശീകരിക്കുന്ന ഒന്നാണ് ഈ ലിറ്ററേച്ചർ വേൾഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ലിറ്ററേച്ചറിൻ്റെ ആ വേൾഡിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. എന്തൊക്കെയാണ് ലിറ്ററേച്ചർ, അതിലേതൊക്കെയാണ് പെടുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ദെൻ ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലിറ്ററേച്ചറിൻ്റെ ചെറിയൊരു ഡിസ്കഷനാണ്. ഓക്കെ, എന്താണ് ലിറ്ററേച്ചർ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം? ഓക്കെ, ലിറ്ററേച്ചർ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ട് തന്നെ ലാറ്റിൻ വേർഡായിട്ടുള്ള ലിറ്ററേച്ചറ എന്നുള്ള വേർഡിൽ നിന്നാണ്. ഓക്കെ, എന്താ ലിറ്ററേച്ചറ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? റൈറ്റിംഗ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ്. ഓക്കെ, റൈറ്റിംഗ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ്. അപ്പോൾ
നമ്മൾ അക്ഷരം കൊണ്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയിട്ടുള്ള എഴുത്തുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുത്തുകളിലൂടെ രൂപപ്പെടുന്ന അല്ലെങ്കിൽ വാക്കുകളിലൂടെ രൂപപ്പെടുന്ന എഴുത്തുകൾക്കാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വാക്കുകൾ കൊണ്ട് ഫോം ചെയ്യുന്ന ആ ഒരു പ്രത്യേക കലക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിറ്ററേച്ചറിനെ, ഇതൊക്കെ പറഞ്ഞാൽ ലിറ്ററേച്ചറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഹാർഡ് ടാസ്ക്കാണ്. ഇന്നതാണ് ലിറ്ററേച്ചർ എന്ന്, ഇത് മാത്രമാണ് ലിറ്ററേച്ചർ എന്ന് നമുക്കൊരു ഡെഫിനിഷൻ നൽകാൻ നമുക്ക് എന്ത് ചെയ്യുക, അത് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷൻ്റെ ലിറ്ററേച്ചർ എപ്പോഴും ചേഞ്ചിങ് ആൻഡ് ഇവോൾവിങ്, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴും ഇങ്ങനെ പുരോഗമനത്തിൻ്റെ പാതയിലാണ്, ഇവോൾവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലിറ്ററേച്ചർ എന്നുള്ളത് അത് പണ്ട് നമ്മൾ ഒരു പോയ ഒരു നോവലായിരുന്നെങ്കിൽ ഇന്നത് മാത്രമല്ല, പോയായി, നോവലായി, അത് ശേഷം നമ്മൾ പിന്നെ ഡ്രാമകൾ വരുന്നു, അതിനുശേഷം വ്യത്യസ്ത രൂപത്തിലുള്ള കലാരൂപങ്ങൾ വരുന്നു, പിന്നെ നമ്മൾ ഫിലിമുകൾ വരുന്നു, ഡോക്യുമെൻ്ററീസ് വരുന്നു. അപ്പോൾ അതൊക്കെ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അത് ഇനിയും ഇവോൾവിങ്, പുതിയ പുതിയ രൂപങ്ങളിലേക്ക് ലിറ്ററേച്ചർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഇതിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ലിറ്ററേച്ചറിന് നൽകുന്ന ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ലിറ്ററേച്ചർ ഡിഫൈൻ ചെയ്യുക: റിട്ടൺ വർക്ക്സ് എസ്പെഷ്യലി ദോസ് കൺസിഡർ ഓഫ് സുപ്പീരിയർ ഓർ ലാസ്റ്റിംഗ് ആർട്ടിസ്റ്റിക് മെറിറ്റ്. എന്നും കലാമൂല്യമുള്ള, എന്നും നിലനിൽക്കുന്ന വാക്കുകൾ കൊണ്ട് രചിച്ച വർക്കുകളെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലിറ്ററേച്ചർ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എന്നും ഒരു ആർട്ടിസ്റ്റിക് മെറിറ്റുള്ള, എന്നും ലാസ്റ്റ് ചെയ്യുന്ന, എന്നും നിലകൊള്ളുന്ന ഒരു വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ ലിറ്ററേച്ചർ എന്നുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തെ മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ, നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ നോവൽ വായിക്കുമ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇൻസിഡൻസും അവിടുത്തെ പിന്നെ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ലിറ്ററേച്ചർ അത് ഇന്നത്തെ സംഭവങ്ങളെയും ആനുകാലിക കാര്യങ്ങളെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൈറ്റിംഗ് ഓഫ് ദ പാസ്റ്റ് സിവിലൈസേഷൻ ആണ്. കഴിഞ്ഞു പോയ സംസ്കൃതികളെ നമുക്ക് വരച്ച് കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ദ പ്രസൻറ്റ് ദാറ്റ് വിൽ സ്റ്റേ ആസ് വോയിസ് ആൻഡ് ലൈഫ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ലിവ്ഡ് ത്രൂ ദ ടൈം. കാലങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ഓരോ ആളുകളുടെ ജീവിതവും അവരുടെ ശബ്ദങ്ങളും വരച്ച് കാട്ടുന്ന ഒന്നാണ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം. ഓരോ റൈറ്റിങ്ങിലൂടെയും ഞാനൊരു നോവൽ എഴുതുമ്പോഴും ഒരു എസ്സേ എഴുതുമ്പോഴും ഒരു കവിത എഴുതുമ്പോഴൊക്കെ, അപ്പോൾ ഏത് കാലഘട്ടത്തിലാണോ എഴുതുന്നത് ആ കാലഘട്ടത്തിൻ്റെ വോയിസും ലൈഫും ആ വർക്കിലൂടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ, ദെൻ അപ്പോൾ ഓരോ വർക്കുകളിലും ഓരോ ലിറ്ററേച്ചറിലും ആ കാലഘട്ടത്തിലെ വ്യൂസും ഒപ്പീനിയൻസും അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ നമുക്ക് കാണാം. ഓഫ് ദ പീപ്പിൾ ലിവ്ഡ് ഡ്യൂറിങ് എ പീരീഡ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ് ഇൻ ഫോക്ക് ടെയിൽസ്. അപ്പോൾ അത് അതിൻ്റെ പിന്നെ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും ഒക്കെ അവരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതിലൂടെയൊക്കെ? ഫോക്ക് ടെയിൽസ് എന്ന് പറഞ്ഞ നാടോടി കഥകളിലൂടെയും പോയട്രിയിലൂടെയും സോങ്സ്, അതുപോലെ തന്നെ പാംഫ്ലെറ്റ്സ്, ബയോഗ്രഫീസ്, നോവൽസ്, എസ്സേസ് ആൻഡ് ആർട്ടിക്കിൾസ്. ഓക്കെ, പാംഫ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലഘുലേഖകളിലൊക്കെ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും പിന്നെ അവരുടെ വ്യൂസ്, അവരുടെ അഭിപ്രായങ്ങളുടെ, അവരുടെ ആശയങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുകയാണ്. അത് നാടോടി കഥകളിലൂടെ ആകാം, ചിലപ്പോൾ പോയട്രിയിലൂടെ ആവാം, ചിലപ്പോൾ സോങ്സിലൂടെ ആവാം, അതുപോലെ തന്നെ ലഘുലേഖകളിലൂടെ ആവാം, ചിലപ്പോൾ ഒരാളുടെ ബയോഗ്രഫിയിലൂടെ ആകാം, നോവൽസിലൂടെ, അല്ലെങ്കിൽ എസ്സേ ആൻഡ് ആർട്ടിക്കിൾസ്. ഓക്കെ, എസ്സേ എന്നുള്ളത് ആർട്ടിക്കിൾസും സെയിം മീനിങ് തന്നെയാണ്. എസ്സേ എന്നുള്ളത് കുറച്ചുകൂടി ചെറുതായിരിക്കും. ആർട്ടിക്കിൾസൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കും, മാഗസീനിലൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ആർട്ടിക്കിൾസ് എന്ന് പറയും. എസ്സൊക്കെ നമ്മൾ സാധാ സ്കൂൾ ലെവലൊക്കെ എഴുതുന്നതിനാണ് എസ്സേ എന്ന് പറയുക. ആർട്ടിക്കിൾസ് ഒരാൾ പഠിച്ച് മാഗസീനിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന് ആർട്ടിക്കിൾ എന്ന് പറയും. ഓക്കെ, ദെൻ അപ്പോൾ ഈ എസ്സേ, ആർട്ടിക്കിൾസ്, നോവൽസ്, ബയോഗ്രഫീസ് ഒക്കെ അതിലൊക്കെ പ്രകടമാകുന്നത് ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ ജീവിതമൊക്കെയാണ്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാനുള്ളത് ദ മെയിൻ ജേണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ആർ പോയട്രി, പ്രോസ്, ഡ്രാമ, ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. അപ്പോൾ മെയിനായിട്ട് ഏതൊക്കെയാണ് ഈ ലിറ്ററേച്ചറിൻ്റെ വിഭാഗങ്ങൾ? ജേണർ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ ജേൺ ആണ്. ജേണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ, ഏതൊക്കെ വിഭാഗങ്ങളാണ് ലിറ്ററേച്ചറിലുള്ളത്? അപ്പോൾ ലിറ്ററേച്ചറിൽ പോയട്രി ഉണ്ട്, അതുപോലെ പ്രോസ്, ഡ്രാമ, ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ എന്നീ വിഭാഗങ്ങളാണ് ലിറ്ററേച്ചറിലുള്ളത്.
ഓക്കെ. ദെൻ അപ്പോൾ ലിറ്ററേച്ചറിലെ ആ വിഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യാം. ദെൻ നോക്കൂ, ലിറ്ററേച്ചറിനെ നമുക്ക് എന്താണ് മെയിനായിട്ട് 3 തരംതിരിക്കാവുന്നതാണ്. ദെൻ ലിറ്ററേച്ചറിൽ ഓറൽ, അതുപോലെ റിട്ടൺ ആൻഡ് വിഷ്വൽ, ഈ 3 രൂപത്തിലാണ് ലിറ്ററേച്ചറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. എന്താണ് ഓറൽ? ഓറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വായയിലൂടെ കൈമാറ്റം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സംസാരത്തിലൂടെ വാക്കുകളിലൂടെ കൈമാറ്റം ചെയ്തിട്ടുള്ള ലിറ്ററേച്ചറിനാണ് ഓറൽ ലിറ്ററേച്ചർ എന്ന് പറയാം. അപ്പോൾ ചില കവിതകൾ, ചില പാട്ടുകൾ, പണ്ടേ കേട്ടിട്ടുള്ള ചില കഥകളൊക്കെ അത് ആരും എഴുതിയതായിരിക്കില്ല. അത് എഴുതിയ രൂപത്തിൽ ഇങ്ങനെ ഒരു പ്രിൻ്റായിട്ട് ബുക്കിലായിട്ടൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. നമുക്ക് ആളുകൾ വാക്കിലൂടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ കൈമാറി വന്നിട്ടുള്ള ലിറ്ററേച്ചറിനാണ് ഓറൽ ലിറ്ററേച്ചർ എന്ന് പറയുക. പിന്നെ ലിറ്ററേച്ചറിൽ ഏതാണ് റിട്ടൺ ലിറ്ററേച്ചർ. ആ ലിറ്ററേച്ചറാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അഥവാ കൈകൊണ്ട് എഴുതി ഓരോ ഓതേഴ്സും ഓരോ രചയിതാക്കളും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിട്ടൺ രൂപത്തിലുള്ള ഇതിനാണ് റിട്ടൺ രൂപത്തിലുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇനി ഇതുള്ളത് വിഷ്വൽ ലിറ്ററേച്ചറാണ്. വിഷ്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ എഴുത്തിനല്ല, അവിടെ പെർഫോമൻസിനാണ്, ആളുകളുടെ കാഴ്ചക്കാണ് അവിടെ നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രാമകൾ അല്ലെങ്കിൽ നാടകം എന്നുള്ളതൊക്കെ, നാടകം എഴുതുന്നുണ്ടെങ്കിൽ പോലും നാടകത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നാടകം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ വിഷ്വൽ എന്ന് പറയുന്നത് റിട്ടൺ രൂപത്തിലല്ല അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ആളുകൾക്ക് കണ്ടിരിക്കാനുള്ള വർക്കുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നാടകങ്ങൾ എഴുതുന്നുണ്ട്, പക്ഷേ എഴുതിയിട്ട് അത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആളുകൾ അത് കണ്ട് ആസ്വദിക്കാനാണ് നമ്മൾ ഡ്രാമകൾ തയ്യാറാക്കുന്നത്. ആളുകളുടെ പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുപോലെ തന്നെ ഡ്രാമകളും അതുപോലെ തന്നെ നമ്മൾ സിനിമകളൊക്കെ മൂവീസൊക്കെ ഉൾക്കൊള്ളുന്നത് വിഷ്വൽ ആർട്സുകളാണ്. കാരണം അതിൽ നമ്മൾ കാഴ്ചക്കാണല്ലോ അവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ലിറ്ററേച്ചറിനെ നമുക്ക് 3 തരംതിരിക്കാം: ഓറൽ, റിട്ടൺ ആൻഡ് വിഷ്വൽ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിട്ടൺ ഫോമുകളിലാണ്. അപ്പോൾ എഴുത്ത് രൂപത്തിലുള്ള ലിറ്ററേച്ചറിനെ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ് അതിലുള്ള? ഒന്ന് പ്രോസ്, അതുപോലെ തന്നെ പോയട്രി എന്നർത്ഥം. അപ്പോൾ പോയട്രിയും പ്രോസും, ഒന്ന് ഗദ്യം, അല്ലെങ്കിൽ പോയട്രി എന്ന് പറയുമ്പോൾ പദ്യം എന്ന് പറയും. അപ്പോൾ പോയട്രിയാണ് നമുക്ക് ആദ്യം പറയുമ്പോൾ പോയട്രി എന്ന് പറഞ്ഞാൽ കവിതാ രൂപത്തിലുള്ളത്. പ്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കവിതയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതിനാണ് നമ്മൾ പ്രോസ്, ഗദ്യ രൂപത്തിൽ എഴുതുന്ന അർത്ഥം. അപ്പോൾ കവിതയുടെ ഭാഗങ്ങളൊന്നും ഇല്ലാതെ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളോ അതുപോലെ ശൈലിയൊന്നും ഇല്ലാതെ നമ്മൾ പ്ലെയിനായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പ്രോസ് എന്ന് പറയും. അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ നമ്മൾ ഇനി വരും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതുന്ന റിട്ടൺ ലിറ്ററേച്ചർ തന്നെ അത് പ്രോസ് ലിറ്ററേച്ചറായിട്ടും പോയട്രി ലിറ്ററേച്ചറായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ പ്രോസ് നമ്മൾ നോവലുകൾ ഒക്കെ ഏതിൽ വരുന്നതാണ്? പ്രോസിൽ വരുന്നത്. ഈ പ്രോസ് ഉള്ളത് നമുക്ക് പ്രോസിനെ 2 ഡിവൈഡ് ചെയ്യാം: ഫിക്ഷൻ എന്നും നോൺ ഫിക്ഷൻ എന്നുള്ളതും. ഓക്കെ. എന്താണ് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ? ഓക്കെ. ദെൻ ഈ പ്രോസ്, നമ്മൾ നോവൽ അറിയില്ല, നമുക്ക് നോവൽ രൂപത്തിലുള്ള നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുക. അപ്പോൾ മെയിനായിട്ട് ഫിക്ഷനിൽ വരുന്നത് നോവലുകൾ തന്നെയാണ്. നോവൽ, ഷോർട്ട് സ്റ്റോറി, അതുപോലെ തന്നെ നോവല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും എഴുതുക. പക്ഷേ അതിലുള്ള കഥകളൊക്കെ ഇമാജിനറി ആയിരിക്കും എന്നർത്ഥം. അതിനാണ് ഫിക്ഷൻ. ഉണ്ടാക്കി എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ചിന്തയിൽ നിന്ന് ആലോചിച്ച് ഇമാജിൻ ചെയ്തെടുക്കുന്ന സ്റ്റോറികൾക്കാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുക. അതിൽ സ്റ്റോറി, നോവൽ, ഷോർട്ട് സ്റ്റോറി ഒക്കെ അതിൽ പെടുന്നു. ഇപ്പോൾ നോൺ ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗദ്യരൂപത്തിൽ തന്നെയാണ് എഴുതുന്നത്. അത് നമ്മൾ വായിക്കുന്ന എസ്സേകൾ, അതുപോലെ തന്നെ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുക്ക്, അതൊക്കെ നോൺ ഫിക്ഷനാണ്. കാരണം അത് ഏതാണ്? ഇത് നമുക്ക് ഫാക്റ്റുകളാണ് നൽകുന്നത്. ഇത് ഇമാജിൻ ചെയ്ത് എഴുതാണോ? അല്ല. ഇതിൽ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ പറ്റിയും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് നൽകുന്നത് ഏതിനാണ്? ഈ നോൺ ഫിക്ഷൻ എന്നുള്ള ഈ വിഭാഗത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പറുകൾ, ജേർണലുകൾ, മാഗസിനുകൾ, അതൊക്കെ എന്താണ്? നോൺ ഫിക്ഷനാണ്. ഓക്കെ. കാരണം എസ്സേ, ആർട്ടിക്കിൾസ്,
അതൊക്കെ നോൺ ഫിക്ഷൻ വിഭാഗത്തിലാണ് പെടുന്നത്. ഓക്കെ, ഇത് പ്രോസ് രൂപത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക, മാത്രമല്ല പ്രോസ് വിഭാഗത്തിൽ പെടുന്നതാണ്, അഥവാ ഗദ്യരൂപത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ ഗദ്യരൂപത്തിലാണ് അത് എഴുതിയിട്ടുണ്ടാകുക. അത് ഗദ്യരൂപത്തിൽ എഴുതുമ്പോൾ എന്താണ് അത് പിന്നെ ഇമാജിനറി ആയിട്ട് എഴുതുന്ന നോവൽ രൂപത്തിലൊക്കെ എഴുതുന്നതിന് നമ്മൾ ഫിക്ഷൻ എന്ന് പറയും. അത് തന്നെ പ്രോസിൽ നോൺ ഫിക്ഷൻ അഥവാ നമ്മൾ സാധാ രൂപത്തിലുള്ള എസ്സേ, ആർട്ടിക്കിൾസ്, മാഗസിൻസ് ഒക്കെ എഴുതുന്ന ലാംഗ്വേജിനാണ് നോൺ ഫിക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി ഉള്ളത് റിട്ടേണിൽ പെടുന്ന ഭാഗമാണ് പോയട്രി എന്നുള്ളത്. പോയട്രി എന്ന് പറയുമ്പോൾ കഥ എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഈ പോയട്രിയുടെ ഈ വിഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന വിഭാഗമാണ് നറേറ്റീവ്, അതുപോലെ തന്നെ ലിറിക്ക്, ഡ്രാമ. ഓക്കെ, അത് ആദ്യം നമുക്ക് ഡ്രാമ പറയാം. ഓക്കെ, ഡ്രാമ നമ്മൾ നാടകം പണ്ടൊക്കെ ഈ ഡ്രാമകളൊക്കെ എഴുതുന്ന ഒരു പോയറ്റിക് ലാംഗ്വേജിലായിരുന്നു. അതുകൊണ്ടാണ് ഈ പോയട്രിയിൽ ഡ്രാമ നാടകങ്ങൾ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പോയട്രിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 3 രൂപത്തിലുള്ള പോയട്രികൾ നമ്മളിവിടെ പറയുകയാണ്. ഒന്ന് ഡ്രാമ നമ്മൾ പറഞ്ഞു. ഇനി പോയട്രിയിൽ പെട്ട ഒന്നാണ് ലിറിക് എന്ന് പറയുമ്പോൾ ഒരു പോയറ്റ് തൻ്റെ പേഴ്സണൽ ഫീലിങ്സ് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ലിറിക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന ചിന്തകളെ ഞാൻ അവതരിപ്പിച്ച് പറയുന്നതിനാണ് പോയട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നറേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സംഭവം എന്ത് ചെയ്യുന്നു, നമ്മളെ മുന്നിൽ അവതരിപ്പിച്ച് ആ സംഭവമായിട്ട് നറേറ്റ് ചെയ്ത് ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അത് പോയട്രി രൂപത്തിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് നറേറ്റീവ് പോയട്രി എന്ന് പറയുകയാണ്. ഓക്കെ, പോയട്രിയെ നമുക്ക് നറേറ്റീവ് പോയട്രി എന്ന് പറയാം. നറേറ്റീവ് പോയട്രിൻ്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അതിലൊരു നറേഷൻ ഉണ്ടാവും, ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞ് അതിലൂടെ പോയറ്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത്. പിന്നെ ലിറിക് പോയട്രിയാണ്. ലിറിക് പോയട്രിയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെയുള്ളത് ഡ്രാമ നമ്മൾ നാടകം എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഡ്രാമ ഈ പോയട്രിയിൽ ഉൾപ്പെടാനുള്ള കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഡ്രാമ ഒക്കെ എഴുതിയിരുന്ന ഒരു പോയറ്റിക് ലാംഗ്വേജിലായിരുന്നു. ഇന്ന് അങ്ങനെ ആ രൂപത്തിലല്ല, അല്ലാത്ത രൂപത്തിലൊക്കെയാണ് ഇന്ന് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് പോയട്രിയിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഡ്രാമയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇമാജിനറി സ്റ്റോറി ആണെങ്കിൽ പോലും അതിൻ്റെ ലാംഗ്വേജും അതിൻ്റെ സ്റ്റൈലൊക്കെ പോയട്രിയോട് കൂടുതൽ ബന്ധമുണ്ടായത് കൊണ്ടാണ് ഈ പോയട്രിയെ ഡ്രാമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ലിറ്ററേച്ചറിൻ്റെ പിന്നെ ഡിവിഷൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിറ്ററേച്ചറിനെ നമുക്ക് 3ആയിട്ട് ഓറൽ, റിട്ടൺ, വിഷ്വൽ എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഓറൽ റിട്ടണിൽ തന്നെ പ്രോസ്, പോയട്രി. ഈ പ്രോസിലാണ് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നോവൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ പ്രോസിൽ ഗദ്യരൂപത്തിൽ നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാഗസിൻസ്, നിങ്ങളിപ്പോൾ വായിക്കുന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ്, നിങ്ങളുടെ ബാക്കിയുള്ള ടെക്സ്റ്റുകൾ, എൻവിറോൺമെൻറ്റിൻ്റെ ടെക്സ്റ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്സ്റ്റുകളൊക്കെ ഇതിൽപ്പെട്ടതാണ്, നോൺ ഫിക്ഷനിൽ പെട്ടതാണ്. കാരണം അതൊക്കെ നമുക്ക് ഫാക്റ്റുകൾ നൽകുന്ന ബുക്കാണ്, ഇമാജിനേഷൻ അല്ല എന്നർത്ഥം. ഓക്കെ, ദെൻ പിന്നെ പോയട്രിയാണ്. പോയട്രിയെ നറേറ്റീവ് പോയട്രി എന്ന് പറയും. നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് ആസ്പദമാക്കിയിട്ട് പോയറ്റ് തൻ്റെ ആശയങ്ങൾ പറയുന്നു. ലിറിക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫീലിങ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആൻഡ് പോയട്രിയിൽ ഉള്ള 3ാമത്തെ ഡിവിഷനാണ് ഡ്രാമ എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലിറ്ററേച്ചറിൻ്റെ ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓറൽ ലിറ്ററേച്ചർ. ഈ ഓറൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ജനറേഷൻ ടു ജനറേഷൻ ബൈ വേർഡ് ഓഫ് മൗത്ത്, നമ്മുടെ വായിലൂടെ വായ്ത്തരിയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ ഈ ഓറൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉദാഹരണം ബാലഡ്സ് എന്ന് പറയും. നമ്മൾ നാടോടി പാട്ടുകൾക്കാണ് ബാലഡ്സ് എന്ന് പറയുക. സങ് ബൈ ദ ബാർഡ്സ് ഡ്യൂറിങ് ദ ആൻഷ്യൻ്റ് പീരീഡ്സ്. ബാർഡ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആട്ടിടയന്മാരായ ആളുകൾ, അല്ലെങ്കിൽ ബാർഡ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കവികൾ, ചെറിയ നാട്ടുകവികളൊക്കെ പാടിയിട്ടുള്ള പിന്നെ ചെറിയ ചെറിയ കവിതകൾക്കാണ് എന്ത് പറയുന്നത്, ബാലഡ്സ് എന്ന് പറയുന്നത്. നാടോടി പാട്ടുകൾക്ക് അർത്ഥം. ബാർഡ്സ് എന്ന് പറഞ്ഞാൽ കവികൾ എന്നർത്ഥം കേട്ടോ. ഓക്കെ, റിട്ടൺ ലിറ്ററേച്ചറിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്, നമുക്ക് വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയംസ് നമുക്ക് റിട്ടൺ ആണ്. നമ്മൾ പറഞ്ഞ റിട്ടണിൽ പെട്ടാണ് പോയം. അതുപോലെ തന്നെ നോവൽസ് ഓഫ് ഡാൻ ബ്രോൺ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ്. നമ്മൾ ഡാവിൻസി കോഡ് എന്ന ബുക്കൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഡാൻ ബ്രോൺ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവൽസ്, അത് വേർഡ്സ്വർത്തിൻ്റെ പോയംസ് ഒക്കെ റിട്ടൺ ലിറ്ററേച്ചറാണ്. കാരണം റിട്ടൺ രൂപത്തിലായിട്ട് നമ്മളിലേക്ക് എഴുതുകയും അതിപ്പോഴും സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വിഷ്വൽ ലിറ്ററേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടു ബി പെർഫോംഡ് ബിഫോർ ദ പീപ്പിൾ, ജനങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാനുള്ളതാണ്. ഒരു ഓഡിയൻസ് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ അതിന് ഉദാഹരണമാണ് ഷേക്സ്പിയറിൻ്റെ
നാടകങ്ങൾ, പ്ലേസ് ഓഫ് ഷേക്സ്പിയറിൻ്റെ പ്ലേകൾ, പ്ലേ എന്ന് പറഞ്ഞാൽ നാടകങ്ങൾ, അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്നൊക്കെ കാണുന്ന മൂവീസുകൾ, സിനിമകൾ, അതൊക്കെ വിഷ്വൽ ലിറ്ററേച്ചറാണ്. ആളുകൾക്ക് കണ്ട് ആസ്വദിക്കാനും ജനങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാനുമുള്ള ലിറ്ററേച്ചറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മെയിനായിട്ടുള്ള ഈ ലിറ്ററേച്ചറിൻ്റെ പിന്നെ ഡിവിഷൻസ് നമ്മളിവിടെ പറഞ്ഞു. ഇനി നമ്മൾ ഓരോ ലിറ്ററേച്ചറിൻ്റെ പ്രോസിൻ്റെ എന്താണ് പ്രോസ് എന്നും അതുപോലെ ഫിക്ഷൻ എന്താണെന്നും അതിൻ്റെ ബാക്കിയുള്ള എന്താണ് ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഫിക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതും പ്രോസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എനിവേ താങ്ക് യു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക.